ഇനി നമ്മൾ അടുത്ത റൗണ്ടിലേക്ക് കടക്കുകയാണ്. ഡിവോഷണൽ റൗണ്ട്. അല്പം ഭക്തിയാവാം. ആരാ പെർഫോം ചെയ്യാനെത്തുന്നത്? അപ്പൊ എന്തായാലും ഡിവോഷണൽ റൗണ്ടിൽ ഇവിടെ പെർഫോം ചെയ്യാൻ വരുന്നു അർഷിത. പാരാകെ പാടുകയായി വന്നല്ലോ റബ്ബിൻ ദൂതൻ, പാരാകെ പാടുകയായി വന്നല്ലോ റബ്ബിൻ ദൂതൻ. റസൂലേ നിൻ കനിവാലേ, റസൂലേ നിൻ വരവാലേ, റസൂലേ നിൻ കനിവാലേ, റസൂലേ നിൻ വരവാലേ, റസൂലേ റസൂലേ റസൂലേ. أشهد أن لا إله إلا الله أشهد أن محمدا رسول الله പാടുകയായി വന്നല്ലോ റബ്ബിൻ ദൂതൻ, പാരാകെ പാടുകയായി വന്നല്ലോ റബ്ബിൻ ദൂതൻ. റസൂലേ നിൻ കനിവാലേ, റസൂലേ നിൻ വരവാലേ, റസൂലേ നിൻ കനിവാലേ, റസൂലേ നിൻ വരവാലേ, റസൂലേ റസൂലേ റസൂലേ. പാടുകയായി വന്നല്ലോ റബ്ബിൻ ദൂതൻ, പാരാകെ പാടുകയായി വന്നല്ലോ റബ്ബിൻ ദൂതൻ. റസൂലേ നിൻ കനിവാലേ, റസൂലേ നിൻ വരവാലേ, റസൂലേ നിൻ കനിവാലേ, റസൂലേ നിൻ വരവാലേ, റസൂലേ 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 നിൻ കനിവാലേ, റസൂലേ 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 നിൻ വരവാലേ, റസൂലേ റസൂലേ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് യാ റബ്ബി
സല്ലി അലൈഹി വസല്ലിം. ആഹാ വെരി നൈസ്. വെരി നൈസ്, വെരി നൈസ്. ഹായ്, ഹലോ. എങ്ങനെ നന്നായി പാടാൻ പറ്റിയോ? കുഴപ്പമില്ലെന്ന് തോന്നുന്നു. കുഴപ്പമില്ലാന്ന് തോന്നുന്നു അല്ലേ? ഔസേപ്പച്ചൻ സാർ കുഴപ്പമുണ്ടായിരുന്നോ? കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ, നന്നായി പാടി. ഹർഷിത, താങ്ക് യു സർ. നമ്മളിപ്പോ നോമ്പൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയമല്ലേ, അതിന് പറ്റിയ നല്ല മനോഹരമായിട്ടുള്ള ഒരു ഗാനം. ഈ പാട്ട് എനിക്ക് വളരെ ഫേവറേറ്റ് സോങ് ആണ്. എന്തുകൊണ്ടാണെന്നറിയൂ? ദാസ് സാർ കമ്പോസ് ചെയ്ത പാട്ട്. ദാസേട്ടൻ കമ്പോസ് ചെയ്ത് പാടിയ പാട്ടാണ്. അതിൻ്റെ ആ ഒരു ഇൻവോൾവ്മെന്റ് പാടുന്നതിൽ നമുക്ക് കിട്ടുകയും ചെയ്യും. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ കുറേ അറബിക് വാക്കൊക്കെ ഉണ്ട്. ഈ പാട്ട് ശരിക്കും ദാസേട്ടൻ്റെ ശബ്ദം നമുക്ക് അറിയാവുന്നതുകൊണ്ടാണ്. അല്ലെങ്കിൽ കേട്ട് കഴിഞ്ഞാൽ ഇത് ആക്ച്വലി ഒറിജിനൽ ഒരു അറബിക് സിംഗർ പാടിയ പോലെ തന്നെ ദാസേട്ടൻ പാടിയിട്ടുണ്ട്. അതിലത്തെ നുവാൻസസ്, ഈവൺ അറബിക്, നോട്ട് ദി എക്സാക്ട് തിങ്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം മലയാളികൾക്ക് വേണ്ടി പാടുമ്പോൾ നമുക്കത് ഒറിജിനൽ പാടുന്ന പോലെ ദാസേട്ടൻ അത് പാടിയിട്ടുണ്ട്, ഗംഭീരമായിട്ട് പാടിയിട്ടുണ്ട്. പക്ഷെ ടോട്ടൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഇൻ്റർപ്രിട്ടേഷനാണ് അർഷിത ഇവിടെ കൊടുത്തത്. അതായത് ദാസേട്ടൻ ഇത് എന്തെന്ന് പറയുക, ഭയങ്കര ഓപ്പണായിട്ട്, ഓപ്പൺ ത്രോട്ടിൽ ഭയങ്കര മറ്റുള്ളവരോട് പറയുന്ന എല്ലാവർക്കും കേൾക്കാൻ വേണ്ടി പാടുന്നതാണ്. മറ്റുള്ളവർ കേൾക്കാൻ വേണ്ടി പാടി. പക്ഷെ അർഷിത പാടുമ്പോൾ അർഷിതയ്ക്ക് മാത്രം കേൾക്കാൻ വേണ്ടി പാടുന്ന പോലെ ഉള്ളിലേക്ക് ഒതുങ്ങുകയാണ് എല്ലാ ഫീലും, സ്വന്തം കാര്യങ്ങൾ ആലോചിച്ചിട്ട്. ആ ഒരു വ്യത്യാസമുണ്ട്. മേ ബി അതിൻ്റെ വരികൾ കൂടുതൽ യു ഫെൽറ്റ്, പ്രത്യേകിച്ച് ഈ നോമ്പിൻ്റെ സമയമായതുകൊണ്ട് യു ടുക്ക് ഇറ്റ് ഫോർ യുവർ സെൽഫ്. സ്വയം അത് അനുഭവിച്ച് പാടി. ദാസേട്ടൻ മറ്റുള്ളവർക്ക് വേണ്ടി പാടി, യു സാങ് ഇറ്റ് ഫോർ യുവർ സെൽഫ്. അങ്ങനെയാണ് അതിൻ്റെ എക്സാക്ട്. കേട്ട് നോക്കിയാൽ അറിയാം രണ്ടിൻ്റെയും വ്യത്യാസം. ബാക്കി ലാസ്റ്റ് കോറസ് ഉണ്ടായിരുന്നു, അതിന് ഇല്ല, കോറസ് ആക്കാമായിരുന്നു. ഇത് കഴിഞ്ഞ വഴിക്ക് രഞ്ജിനി എൻ്റെ അടുത്ത് പറയും അവസാനം. കാരണം പറഞ്ഞല്ലോ, അത് കുറേ നേരം പാടിയിട്ട് അവസാനം ഗ്യാസ് ഔട്ടായ പോലെ അവസാനം കയ്യിൽ നിന്ന് എന്താ പറയുക പാടി ഒപ്പിച്ചു. വെരി ലാസ്റ്റ് പോർഷൻ അത്രേ ഉള്ളൂ. പക്ഷേ യു സാങ് ഇറ്റ് വെരി ഗുഡ്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു സർ. ബിന്നി ചേച്ചി, മോളെ ഇത് പാടിയപ്പോഴത്തേക്കും എനിക്ക് സാറ് പറഞ്ഞ ഒരേ ഒരു അഭിപ്രായം എനിക്ക് തോന്നിയിരുന്നു. കുറച്ച് ഉള്ളിലേക്ക് ഇതൊന്ന് ഈ റസൂ അങ്ങനെ തുറന്ന് എന്താ പറയണേ, അങ്ങനെ ഒരു അന്തരീക്ഷത്തിലേക്ക് അദ്ദേഹം വിട്ടിങ്ങനെ പാടണാണ്. അതങ്ങ് കടന്ന് കളിക്കുക വെളിയിലല്ല. മോള് കുറച്ച് ഉള്ളിലേക്ക് പാടി തോന്നി. പക്ഷെ പാടിയത് വൃത്തിയായിട്ട് പാടിയിട്ടുണ്ട്. അപ്പാർട്ട് ഫ്രം കുറച്ച് താഹ, ഹീറ, എല്ലാ ചാരുപല്ലവി ചരണത്തിലെല്ലാം കുറച്ച് ശ്രുതി പ്രോബ്ലം ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് നല്ലൊരു ഫീലായിട്ട് തോന്നി. അർഷിത പാടിയപ്പോൾ അതിന് നല്ലൊരു ഫീൽ ഉണ്ടായിരുന്നു. ഇതിലെ ആ മെയിൽ പോർഷൻ പാടിയ പയ്യൻ, അയ്യോ, പേരുണ്ടായിരുന്നു, പോയി സ്റ്റോപ്പ് ബോക്സിൽ ആള് കാണാനില്ല, ആളുടെ പണി ചെയ്തു പോയി. ഗംഭീരായിട്ട് പാടി. എന്തൊരു ഫീലായിരുന്നു. ഈ സെയിം ഒന്ന് BGM ഒന്ന് വായിക്കാൻ പറ്റുമോ? अंदर रामा ओ बाहर रामा, 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 जहाँ देख वहाँ राम ही बाहर रामा, अंदर रामा ओ बाहर रामा, जहाँ देख वहाँ राम ही बाहर रामा, अंदर रामा ओ बाहर रामा, अंदर रामा ओ बाहर रामा, अंदर रामा ओ बाहर रामा, बाहर रामा. അത് കലക്കി. ആ പാട്ടിന്റെ വൈബും ഇതും എല്ലാം ഒരു എന്താ പറയുക ഡിവോഷണൽ റൗണ്ട് അല്ലേ? യെസ് യെസ്. അല്ലേ സാറേ? മ്യൂസിക്, പാട്ടുകൾ, ഇത് എന്താണ് കൂട്ടി കണക്ട് ചെയ്യുന്നത്? അത് എല്ലാം ഒന്നാണെന്നാണ് ഈ പറയുന്നത്. എവറിത്തിങ് ഈസ് ദ സെയിം. ഇത് സ്വാമി വിഠൽദാസ് ഗിരി അദ്ദേഹത്തിന്റെ ഭജനാണ് കേട്ടോ. അത് ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ള ഭജനാണ് വിഠൽദാസ് ഗിരി അദ്ദേഹത്തിന്റെ. എന്താണേലും വളരെ സന്തോഷമായി. ബ്യൂട്ടിഫുൾ ആയി ചേച്ചി. Thank you ഞാൻ so ഇനിയിപ്പൊ much, റസൂലെ, എന്റെ റസൂലെ, ഞാൻ എന്ത് പറയാൻ. ഹർഷിത ചേച്ചി
റസൂലെ ഒരു വലിയ ഒരു മെഗ്നാനിമസ് ആയിട്ടുള്ള ഒരു സോങ് ആണ്. അത് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ദാസറിനെ അറിയാണ്ട് നമ്മൾ ഇങ്ങനെ ഐ സീ ഹിസ് പിക്ചർ. ഇവര് പറഞ്ഞ പോലെ കുറച്ചും കൂടെ ഓപ്പൺ ആയിട്ട് പാടേണ്ട സ്ഥലത്ത് താൻ കുറച്ചും കൂടെ റസൂലെ എന്ന് പറഞ്ഞ അകത്തേക്കാണ് വിളിച്ചത് ദൈവമേ എന്നുള്ള രീതിയിൽ എന്നാണ് എനിക്ക് തോന്നിയത്. സാർ പറഞ്ഞ പോലെ തന്നെ ബാക്കിയെല്ലാം നന്നായിരുന്നു. അർഷിതയുടെ ഉള്ളിൽ ദൈവമുണ്ട്, അതുകൊണ്ടായിരിക്കും. അപ്പൊ എന്തായാലും ഈ ഒരു പാട്ട് മനോഹരമായിട്ട് പാടി. ഇത് പിന്നെ പാടുമ്പോ അർഷിത ലാസ്റ്റ് ഒക്കെ ആയപ്പോ ഞാൻ പറഞ്ഞില്ലേ കുറച്ച്, കാരണം നോൺ സ്റ്റോപ്പ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതുകൊണ്ടുള്ള ശ്വാസം പ്രശ്നമല്ലാണ്ട് എനിക്ക് തന്റെ ആ ഒരു ഈ ഒരു പാട്ട് പാടുമ്പോൾ ഒരു അറബിക് ന്യൂവാൻസസ് ഉണ്ടല്ലോ, ഇങ്ങനെ പളുങ്ക് പോലെയാണ് വീണുകൊണ്ടിരുന്നത്. ഫസ്റ്റ് വാദം തുറന്നപ്പോ തന്നെ എനിക്ക് അതിലിങ്ങനെ ബെൽസ് അടിക്കണ പോലെയാണ് എനിക്ക് ഓരോ ലൈൻ ഇങ്ങനെ ഇടയിൽ കൂടെ ഇങ്ങനെ ചെലങ്ങി മണി അടിക്കുന്ന പോലെ. അതാണ് എനിക്ക് ഫീൽ ചെയ്തത്. ആരെ മണി അടിക്കുന്ന കാര്യം പറയണ്ടേ? നമ്മള് മണി അടിച്ചിട്ട് കാര്യമില്ല എന്നുള്ളതുകൊണ്ട് ആ കുട്ടി പാട്ടിൽ മണി അടിച്ചു. പക്ഷെ അസലായിട്ടോ, അതാ ഞാൻ പറയാൻ വന്നേ. നന്നായി പാടി. ആ ഒരു അനുഗ്രഹം അർഷിതയ്ക്ക് ഉണ്ടാവും. നത്തിങ് എൽസ് ടു സേ. ബാക്കി എല്ലാവരും ഇവരൊക്കെ പറഞ്ഞിട്ടുണ്ട്. Thank you, താങ്ക് യു സോ മച്ച് ജഡ്ജസ്. അപ്പൊ നമുക്ക് എന്തായാലും മാർക്കിലേക്ക് കടക്കാം. ഓക്കെ. മെന്റേഴ്സ് എത്ര മാർക്സ് ആണ് അർഷിതയ്ക്ക് നൽകുന്നതെന്ന് ജഡ്ജസിനെ അറിയിച്ച ശേഷം നമുക്ക് ജഡ്ജസിന്റെ മാർക്സ് അറിയാം. സെമി ഫൈനലിലെ ആദ്യത്തെ റൗണ്ട് ആണല്ലേ, എത്ര മാർക്ക് കിട്ടുമായിരിക്കും? എത്ര വേണം? അഭിപ്രായം വല്ലതും ഉണ്ടോ? പറഞ്ഞോളൂ. 94. മൈ ഗോഡ്, നോക്കൂ ഇത്. നോക്കട്ടെ. 94 തന്നെയാ. ആണോ? What a judgment. അതെങ്ങനെ മനസ്സിലായി? Self-analysis. വെറുതെ ചുമ്മാ വായി തോന്നിയത് വിളിച്ചു പറഞ്ഞാണോ? 94 എന്ന് പറഞ്ഞ അപ്പൊ കൂടുതൽ കിട്ടുവാണെങ്കിൽ സന്തോഷാവുമല്ലോ എന്ന് വിചാരിച്ച് പറഞ്ഞതാ. അപ്പൊ കറക്റ്റ് എന്താ 94 എന്ന്? പിന്നെ വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇന്ന് ആ റസൂലെ പാടാൻ നേരത്ത് ഇറ്റ് വാസ് ഓൾ ഡെഫിനറ്റ്ലി ഗ്രീൻ ഇസ് വെരി സീക്രട്ട് ടു ദി എൻറ്റയർ റിലിജൻ അല്ലേ? ആ red ചേച്ചിനെ നോക്കൂ, dress. അർഷിതയെ നോക്കൂ. നിങ്ങളെല്ലാം അർഷിത ഇവിടെ നിന്ന് കൈ തരൂ. അതാണ് ചേച്ചി അങ്ങനെ ഒരു സൗണ്ട്. അതാണ് സൗണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ ഗ്രീൻ ഡ്രസ്. താങ്ക് യു മാം. സോറി. അല്ല വിളിച്ചോളൂ, ഒരു കുഴപ്പമില്ല. നിങ്ങൾ ചേച്ചി വിളിക്കുമ്പോ ഞാൻ ഇനി എങ്ങാവും. എന്തിനാ മാം? പക്ഷെ ഇന്ന് കുറച്ചും കൂടി യങ്ങായിട്ടുണ്ട്. മ്യൂസിക്കൽ വൈഫ് കഴിയുമ്പോഴത്തേക്ക് ഞാൻ 15 വയസ്സ് കുറയും. അത്ര കൂട്ട് ചേച്ചി 15 പോരാ. 20 ചേച്ചിക്ക് ആക്ച്വലി എന്റെ അഭിപ്രായത്തിൽ 10 വയസ്സായിട്ടില്ല. ഓക്കെ. അപ്പൊ എന്തായാലും അർഷിത താങ്ക് യു. നല്ല മാർക്സ് ആണ്. 94 മാർക്സ് ആണ് നമ്മുടെ ഈ റൗണ്ടിൽ കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് 2 റൗണ്ട് കൂടി ഉണ്ട്. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു അർഷിത.